പിണറായി വിജയൻ തീരുമാനിക്കുന്നു, ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു. സമ്മേളനത്തിൽ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. സഭ്യമായ ഭാഷയിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല, ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യൽ പറയാം. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല, ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യൽ പറയാം. ഗോവിന്ദൻ എന്ന് പറയുമ്പോ പിന്നെ പത്മനാഭൻ എന്ന് വിളിക്കോ? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ, പാവം. ഗോവിന്ദൻ എന്ന് പറയുമ്പോ പിന്നെ പത്മനാഭൻ എന്ന് വിളിക്കോ? അല്ല, അങ്ങനെയല്ല. ഗോവിന്ദൻ എന്ന് വിളിക്കും. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. സരിൻ എന്ന് വിളിക്കും. നിങ്ങൾ ഷഫീർ എന്ന് വിളിച്ചോ? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ഗോവിന്ദൻ പോയി എന്ന് പറയുന്നു. അല്ല, സരിൻ വി ഡി സതീശൻ അങ്ങോട്ടല്ലേ പറഞ്ഞത്? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ശ്രീ വി ഡി സതീശൻ എന്നല്ലോ, വി ഡി സതീശൻ തരുന്ന പോലെ അങ്ങോട്ട് കിട്ടോളൂ. അല്ല, ഈ പറഞ്ഞ സരിന്റെ ഒക്കെ ഒരു അവസ്ഥ അപ്പ കണ്ടവൻ അപ്പ വിളിക്കേണ്ട സിറ്റുവേഷൻ ആണല്ലോ ഇപ്പൊ. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി ചായ എന്റെ കൺമുമ്പിൽ പോടാ. അശ്ലീല ഗോവിന്ദന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കുന്ന് എഴുതി വെച്ചവനാണ് ഇപ്പൊ ഈ ഗോവിന്ദൻ എന്ന് വിളിക്കാൻ പാടില്ല. നന്നായിട്ടുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പിണറായി വിജയന് എന്താ ബോധം നശിച്ച അശക്തനായി തീർന്ന ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. അച്ഛന് പറഞ്ഞാൽ പോലും ഇവൻ ഇത്ര പൊള്ളില്ല. ഗോവിന്ദന് പറഞ്ഞപ്പോ പൊള്ളാളി. ഗോവിന്ദൻ എന്ന് പറഞ്ഞ അത്ര പ്രശ്നം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ശ്രീ മഹത് വ്യക്തി ഗോവിന്ദൻ എന്ന് പറയുന്ന പിന്നെ നാളെ മുതൽ തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്.